ഹലോ ഗൈസ്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരതൊന്നും ചിന്തിക്കില്ല. ജസ്റ്റ് അവിടെ പോയി വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ അതൊക്കെ കണ്ടുവരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മാനന്തവാടി, ഇപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാനന്തവാടിയിൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ യുണീക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ട് രസിക്കുമെന്നുള്ളതല്ല, മാൻഡറ്ററി ആയിട്ടുള്ള എന്തൊക്കെ സ്ഥലങ്ങളാണോ ഉള്ളത് അത് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ശ്രീ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം, വയനാട് മാനന്തവാടി. മാനന്തവാടി ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടത്തേക്ക് പോകാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മനോഹരമായ പടികളാണ്. ഇരുഭാഗത്തായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ മാർച്ച് മാസമാണ് ഉത്സവം. വളരെ വലിയ ഉത്സവമാണ്. നാനാഭാഗത്തുനിന്നും ആൾക്കാരൊക്കെ എത്തും. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട്, പിന്നെ അത് മാത്രമല്ല, നല്ല പരന്ന് കിടക്കുന്ന ഭൂമിയും കൂടിയാണ്. കണ്ടോ എത്ര മനോഹരമാണ്. അപ്പോൾ അവിടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ വന്നിട്ട് ചിലവഴിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. മാത്രമല്ല, ഇവിടെ രാവിലെ 9:30 വരെ നമുക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനും, പിന്നെ വൈകിട്ടും അതിനുള്ള സൗകര്യമുണ്ട്. പായസമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. നെയ് പായസമുണ്ട്, അപ്പോൾ പുഷ്പാഞ്ജലി. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, പരന്ന നല്ല ഭൂമിയാണ് ഇവിടെ. വളരെ നല്ല സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അടുത്തതായി കാണാൻ പോകുന്നതാണ് പഴശ്ശിക്കുടീരം. പഴശ്ശിക്കുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറമായിട്ടാണ്. പഴശ്ശിക്കുടീരം എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ്. പണ്ട് കാലത്ത്, പഴശ്ശിയുടെ കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ, ട്രൈബൽസൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പ്രവേശന ഫീസ് 20 രൂപയാണ്. വളരെ പഴക്കാർന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, വസ്തുക്കൾ. അതിമനോഹരമാണ് കേട്ടോ കാണാൻ. So please subscribe my channel and do the bell icon. Thank you.